എന്റെ പൊന്നു കൂട്ടുകാരെ, എല്ലാവർക്കും പ്രഭാത ഭക്ഷണത്തിലോട്ട് സ്വാഗതം. നമ്മളെ പ്രഭാത ഭക്ഷണം എന്തുവാന്നറിയാവോ? നല്ല റേഷനരിയുടെ കഞ്ഞിയും പപ്പടവും പിന്നെ ചെറുപയറും 2 കാന്താരി മുളകും അടമാങ്ങയും. എൻ്റെ പൊന്നു കൂട്ടുകാരെ, അപ്പോൾ ഒരു സുപ്രഭാതം നേരുകയാണ്. ആ സൂ പോയിരിക്കുന്നത് കണ്ടില്ലേ, മഞ്ഞുമല പോലെ. ഇനി ഒരു കോട്ടൻ തോർത്തിന് തുടയ്ക്കണം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളി എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. ഹാപ്പിയാണല്ലോ അല്ല, ഇന്നലെ തന്നെ ഹാപ്പി റിലീസ് ചെയ്ത് മൊത്തത്തിൽ ഹാപ്പിയാണല്ലോ. പിന്നെ നമ്മൾ എന്താ പറയുക, മാക്സിമം എൻജോയ് ചെയ്യുക. ജീവിതം ഒന്നേ ഉള്ളൂ, പാ വേറെ പാപ്പച്ചൻ വേറെ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, എന്തിനാണ് ഈ വിഷമിച്ചിരിക്കുന്നത്? ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ? മാക്സിമം സന്തോഷത്തിൻ്റെ കൂടെ ഇരിക്കുക, അല്ല സന്തോഷത്തോടെ ഇരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. ഇപ്പോൾ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ കാർമേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇരുട്ട് മാറി വെളിച്ചം വരും. വെളിച്ചമാണല്ലോ എല്ലാം, കറണ്ട് ബില്ല് വരുന്നത് വരെ അല്ലേ. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ, മാക്സിമം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഇതുപോലുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സായാഹ്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കുക. പ്രഭാത ഭക്ഷണം അങ്ങോട്ട് കഴിക്കുകയാണ്. എൻ്റെ പൊന്നു കൂട്ടുകാരൊന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ഈ ചോറ് തീർച്ചയായും അവിടെ കൊള്ളും. അടിപൊളി. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അല്ലേ. ജീവിതം ഒന്നേ ഉള്ളൂ, പാ വേറെ പാപ്പച്ചൻ വേറെ. നീയേ പ്രഭാത ഭക്ഷണം കഴിച്ചോണ്ട് അവിടെ ഇരുന്നോ. സിറ്റൗട്ടിലെ ഹിസാബിന്റെ പിരിവിന് വന്നിരിപ്പുണ്ടോ, അല്ല ഉണ്ടോ കൊടുക്കാന്? എന്റെ പൊന്നു കൂട്ടുകാരെ, എന്തൊരു മൂഞ്ചിയ ജീവിതമാണ് കൂട്ടുകാരെ. അമ്മേ അമ്മേ, അടുക്കളക്കഥ ഒന്ന് തുറന്നിടമ്മേ, ഞാൻ ആ മടായി വഴി അങ്ങ് പോയിക്കോളാം. ഈശ്വര, ടെൻഷന്റെ ഗുളിക എടുക്കാനും മറന്നു. എന്റെ പൊന്നു കൂട്ടുകാരെ, എല്ലാവർക്കും പ്രഭാത ഭക്ഷണത്തിലോട്ട് സ്വാഗതം. നമ്മളെ പ്രഭാത ഭക്ഷണം എന്തുവാന്നറിയാവോ? നല്ല റേഷനരിയുടെ കഞ്ഞിയും പപ്പടവും പിന്നെ ചെറുപയറും 2 കാന്താരി മുളകും അടമാങ്ങയും. എൻ്റെ പൊന്നു കൂട്ടുകാരെ, അപ്പോൾ ഒരു സുപ്രഭാതം നേരുകയാണ്. ആ സൂ പോയിരിക്കുന്നത് കണ്ടില്ലേ, മഞ്ഞുമല പോലെ. ഇനി ഒരു കോട്ടൻ തോർത്തിന് തുടയ്ക്കണം.